എല്ലാവർക്കും നമസ്കാരം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത്? ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെട്ടു പോവുക എന്നൊക്കെ പറയുന്നത് അല്ലേ, എത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. നമ്മൾ അങ്ങനെ എത്രയോ ന്യൂസുകൾ കേൾക്കുന്നു അല്ലേ? ചെറിയ മക്കൾ മരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് ടീനേജിലെത്തിയ മക്കൾ മരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് നല്ല പ്രായമായി എന്നിട്ടും അവരുടെ കഴിഞ്ഞും പ്രായം കുറഞ്ഞ അവരുടെ മക്കൾ മരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ആ മക്കളുടെ ഒരു ശവാടക്ക് നടത്തേണ്ട അല്ലെങ്കിൽ ഫ്യൂണറൽ സർവീസ് നടത്തേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ജീവിതത്തിലോട്ട് കടന്നു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലേ. ഭയങ്കര വിഷമമാണ്. കാരണം അങ്ങനെയുള്ള പേരൻസ്, അതായത് മക്കൾ മരണപ്പെട്ടു പോയ പേരൻസ്, അവർ പറയുന്ന കാര്യമുണ്ട് അല്ലെ. പ്രായമായവരൊക്കെ ആണെങ്കിൽ പറയും, അയ്യോ ഞങ്ങളെ വിട്ടിട്ട് എന്തിനാ അവനെ കൊണ്ടുപോയത് അല്ലെങ്കിൽ അവളെ കൊണ്ടുപോയതെന്നൊക്കെ ഇവർ പറയുന്നത് നമ്മൾ എത്രയോ എണ്ണം കേട്ടിരിക്കുന്നു അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, എൻ്റെ മമ്മിയുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ മരണപ്പെട്ടു പോകുവാനായിട്ടിടയായി. അദ്ദേഹത്തിന് 57 വയസ്സായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്ന് അദ്ദേഹം മരണപ്പെട്ടു പോകുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറും മദറും രണ്ടുപേരും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം മരണപ്പെടുവാനായിട്ടിടയായി. അപ്പോൾ ഇദ്ദേഹത്തിന് 57 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 3 മക്കളാണ്, 3 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ വിദേശത്ത്, അവർ കല്യാണം കഴിഞ്ഞതാണ്. 3-ാമത്തെ കുഞ്ഞും വിദേശത്താണ്, പക്ഷേ അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ആ ഫാമിലിയുമായിട്ട്, ഞങ്ങൾക്ക് നല്ല അടുപ്പമുള്ളൊരു ഫാമിലിയാണ്. എൻ്റെ മമ്മിയുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ലീവിനൊക്കെ അവിടെ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള നല്ല കുടുംബമാണ് അവർ. നല്ല കുടുംബമെന്ന് ഞാൻ പറയുവാൻ കാരണം അവരുടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊന്നും അവരെയും കൊണ്ട് ഒരു ശല്യവുമില്ല. നല്ല പണമുള്ളവരാണ്, അവരെയും കൊണ്ട് ഒരു ശല്യവുമില്ല. അതിലപ്പുറമായിട്ട് ഈ മറ്റുള്ളവരുടെ കഥകളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു ഫാമിലിയല്ല. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ്. അതുകൂടാതെ അവർ നല്ല അധ്വാനികളാണ്. പറമ്പിൽ അവർക്ക് ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് മലബാർ ഏരിയ അങ്ങോട്ടൊക്കെ അങ്ങനെയാണല്ലോ, ഒത്തിരി എല്ലാവർക്കും തന്നെ സ്ഥലങ്ങളുണ്ടാകും. അപ്പോൾ ഇവർ നല്ല ഭയങ്കര അധ്വാനികളാണ്, നന്നായിട്ട് അധ്വാനിക്കും. ഈ ചേട്ടനും അതുപോലെ തന്നെയാണ്, നല്ല അധ്വാനിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് അത് കേട്ടപ്പോൾ ഒത്തിരി ഒത്തിരി വിഷമമായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മരണവാർത്തയായിരുന്നു. നമ്മുടെ തൊട്ട് അയൽവക്കത്തുള്ള മനുഷ്യനാണെന്ന് വെച്ചാൽ എൻ്റെ മമ്മിയുടെ വീടിൻ്റെ തൊട്ട് അയൽവക്കത്തുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ ഒത്തിരി വിഷമം തോന്നിപ്പോയി. ആ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. കാരണം ഇനിയൊരു ഒരു പെൺകുഞ്ഞിൻ്റെ കല്യാണം ഇനിയും കഴിയാനുണ്ട്. അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുന്ന ചേച്ചി നല്ലൊരു ചേച്ചിയാണ്. നല്ലൊരു, ഞങ്ങളുടെ ആ നാട്ടിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ആ കല്യാണം എന്ന് വെച്ചാൽ മമ്മിയുടെയൊക്കെ വീടിൻ്റെ അവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിൽ ഏറ്റവും സുന്ദരിയായ ഒരു ചേച്ചിയായിരുന്നു. നല്ലൊരു ചേച്ചിയാണ്, പെരുമാറാനും ഒക്കെ നല്ല മിടുക്കത്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുൻപേ അവിടെ പോയ സമയത്ത്, 2-3 വർഷം ഞാൻ ഓർക്കണില്ല. ഓക്കെ, ഞാൻ അവിടെ പോയ സമയത്ത് ഈ ചേച്ചീനെ കണ്ടു. ഞങ്ങൾ ചേച്ചീനെ വിളിച്ചു. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുവാനിടയായി. അപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്തൂടെ ഞാനിങ്ങനെ കയറിപ്പോയി. അന്നേരം ആ പുള്ളിക്കാരത്തി എന്താ ചെയ്തതെന്നറിയാമോ? ഒരു കൈ നിറച്ചും, അവരുടെ 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു, ഒരു കൈയല്ല 2 കൈ നിറച്ചിങ്ങനെ ഒരുപാട് ഫോറിൻ ചോക്ലേറ്റ് എൻ്റെ കയ്യിലോട്ട് എടുത്തു തരുവാനായിട്ടിടയായി. ഓക്കെ, അപ്പോൾ ഇവരുടെ മകള്, വിദേശത്തുള്ള ഒരു മകള് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഈ ചേച്ചി ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചത് എനിക്കിങ്ങനെ ഒരു കൈ നിറച്ചും ഇങ്ങനെ എടുത്ത് കൊണ്ട് തരുവാനായിട്ടിടയായി. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെ പ്രധാനപ്പെട്ട ബന്ധുക്കൾ പോലും, നമ്മളുടെ അടുത്ത ബന്ധുക്കൾ പോലും എണ്ണിപ്പൊറുക്കിയ തരത്തുള്ളൂ അല്ലേ. ഒന്നങ്ങനെ 5 വട്ടം. എനിക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല, ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ മനസ്സൊന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും 5 മുട്ടായി 6 മുട്ടായി ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ എണ്ണിപ്പൊറുക്കി തരുന്ന കൂട്ടത്തിലാണ് ഈ ചേച്ചി. നല്ല മുട്ടായികൾ, കുഞ്ഞു ഞണങ്ങ മുട്ടായികളൊന്നുമല്ല, നല്ല മുട്ടായികൾ, നല്ല വലിപ്പമുള്ള മുട്ടായികൾ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ എനിക്കിങ്ങനെ വാരി തരുവാനായിട്ടിടെ. അവസാനം എൻ്റെ കുഞ്ഞു കയ്യിൽ അത് കൊള്ളുന്നുണ്ടായിരുന്നില്ല. അത്രയും നല്ലൊരു ചേച്ചി എന്ന് വെച്ചാൽ അവർ അങ്ങനെയായിരുന്നു. അവരുടെ വീട്ടിൽ എനിക്കറിയാം ഒത്തിരി, ഞങ്ങളുടെ വീട്ടിലും മാമ്പഴം ഉണ്ടായിരുന്നു, ഇവരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടെന്ന് വെച്ചാൽ വെറൈറ്റികൾ കൂടുതൽ ഇവരുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞാൽ ആ മാമ്പഴമൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുത്തരും. വെറൈറ്റി ആയിട്ടുള്ള മാമ്പഴമൊക്കെ ഞങ്ങളെ വിളിച്ച്, ഞങ്ങളൊക്കെ ചെറുതായിരുന്നു, അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ കൊണ്ടുത്തരുമായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു. അപ്പോൾ ഒത്തിരി എനിക്ക് ആ ഒരു മരണം ഒത്തിരി വിഷമം തോന്നി. കാരണം നല്ലൊരു ചേട്ടനായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് ഒത്തിരി തിക്താനുഭവങ്ങൾ എന്ന് വെച്ചാൽ ടീനേജ് പ്രായത്തിലൊക്കെ എത്തിയപ്പം ഒത്തിരി പേര് ചുമ്മാ ഞങ്ങളുടെ ആ നാട്ടിലുള്ള ആൾക്കാർ ഒത്തിരി അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ഇങ്ങനെ ഞങ്ങളെ കമൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ
എന്നാൽ ഈ ചേട്ടനെയും കൊണ്ട് അങ്ങനെ ഒരു ശല്യമൊന്നുമില്ല. അവരുടെ വീട്ടിൽ ഈ ഒരു ചേട്ടനും വേറെ 2 പെൺമക്കളുമാണ്. അപ്പോൾ ഈ ചേട്ടൻ എന്താണ്, ഞങ്ങൾ ഒരു കമൻ്റ് അടിയോ ഞങ്ങളെ ഒന്ന് മോശമായിട്ട് ഒന്ന് നോക്കുവോ അങ്ങനെ ഒന്നും ഉള്ള ഒരു മനുഷ്യനായിരുന്നില്ല. ഒരു നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ നല്ല നല്ല ഓർമ്മയാണ് ആ കുടുംബത്തെക്കുറിച്ചുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനാണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് വിഷമമായി പോയി. കാരണം ഞാൻ ഓർത്തു, ദൈവമേ എന്താ പറ്റിയത് പെട്ടെന്ന് അല്ലേ. നമ്മൾ അങ്ങനെയാണ്, ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു വിഷയവുമില്ലാതിരുന്ന ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയിൽ കിടന്നപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ചങ്കിനൊരു അസ്വസ്ഥത, ഒരു വേദന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുവാനായിട്ട് ഇടയായപ്പോൾ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മലബാർ ഏരിയ ആണല്ലോ, അവർക്ക് കുറച്ച് ദൂരമുണ്ട് ഹോസ്പിറ്റലിലോട്ട് എത്താൻ. എന്നാൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ അടുത്തുണ്ട്. അവിടെ കൊണ്ടുപോയപ്പോൾ അവരേതാണ്ട് 2-3 ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത്, അവർക്ക് എന്തോ എനിക്കറിഞ്ഞുകൂടെ, അവർ CPR ഒന്നും കൊടുക്കുവാനൊന്നും ഇടയായില്ല. എനിവേ എന്തായാലും അവരുടെ ഒരു ചെറിയ അശ്രദ്ധയുണ്ട് അതിനകത്ത്. എന്നാലും മറ്റ് വലിയ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം മരണപ്പെടുവാനായിട്ടൊക്കെ ഇടയായി. ഓർക്കുക, ഈ ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവൻ ആരാണ്? ദൈവമാണല്ലേ. എന്നാൽ പലപ്പോഴും ഈ പിശാച് ഇടയ്ക്ക് കിടന്ന് കളിക്കും. പിശാച് എങ്ങനെയാണ് കളിക്കുന്നത്? ദൈവം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തന് അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തിക്ക് ദൈവം ദീർഘായുസ് അനുഗ്രഹമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എവിടെയാണ് ഈ പലപ്പോഴും പിശാച് കയറി ഗോളടിക്കും? എങ്ങനെയായി ഗോളടിക്കുന്നത്? ഇതുപോലെയുള്ള ചില രോഗങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ചില ആക്സിഡൻറ്റുകളുടെ രൂപത്തിലൊക്കെ ഈ പിശാച് കിടന്നിട്ട് ഗോളടിക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇതിനെ എങ്ങനെ നമ്മൾക്ക് അതിജീവിക്കുവാനായിട്ട് പറ്റും? നമ്മൾ പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ദീർഘായുസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ചുമ്മാ ഉള്ളൊരു ദീർഘായുസാണോ? എപ്പോഴും രോഗക്കിടക്കയിൽ കിടക്കുന്ന ഒരു ആയുസാണോ? അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ജീവിച്ചിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കിടക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അതുമല്ല, പിന്നെ എന്താണ്? നല്ല തൃപ്തിയുള്ള ദീർഘായുസ് എന്ന് വെച്ചാൽ നല്ല ആരോഗ്യത്തോടെ ചുറുചുറുക്കോടെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന നല്ലൊരു ദീർഘായുസ് ദൈവമേ ഞങ്ങൾക്ക് തരണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തരണമേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നുന്നു ഇവർ ജ്ഞാനായ കത്തോലിക്സ് ആണ്. അപ്പോൾ ഇവർ പിന്നെ എൻ്റെ ആ ഏരിയയിലുള്ളവരൊക്കെ അങ്ങനെയാണ്, ജ്ഞാനായ കത്തോലിക്സ് ആണ്. ഇങ്ങനെ കോട്ടയത്ത് നിന്നൊക്കെ അങ്ങോട്ട് കുടിയേറി പാർത്തവരാണ്, എൻ്റെ മമ്മിയുടെയൊക്കെ കുടുംബം ഉൾപ്പെടെ. അപ്പോൾ ഇങ്ങനെ കുടിയേറി പാർത്തവരാണ്, അവരെല്ലാം ജ്ഞാനായ കത്തോലിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള ഈ കത്തോലിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്താ പറയുക, വചനം പറഞ്ഞ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ കഴിഞ്ഞാൽ അധികമായിട്ട് കൊന്ത ചെല്ലുക, പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചറിയുക, നമ്മൾ അവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ യേശുക്രിസ്തുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശുക്രിസ്തുവാണ് നമ്മളുടെ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനത്തിനാണ് ശക്തിയുള്ളത്. അപ്പോൾ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് വേണ്ടുന്ന ഓരോ കാര്യത്തിനും ആവശ്യമായിട്ടുള്ള വചനം അതിനകത്തുണ്ട്, വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. അപ്പോൾ ആ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ 91 സങ്കീർത്തനമൊക്കെ നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അതിനകത്ത് എന്താണ്? ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്താം. കത്തോലിക്ക ബൈബിളിൽ കുറച്ച് വ്യത്യാസമായിരിക്കും. കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമുള്ളൂ. കാരണം അതൊക്കെ വായിച്ചിട്ട് തന്നെയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം അതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് വാക്കുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താ പറയുക മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വചനം നമ്മൾ വാഗൊണ്ട് പറയണം. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാതിരിക്കുന്ന സമയത്ത്, ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഉദ്ദേശിക്കാതിരിക്കുന്ന സമയത്ത്, നമ്മൾ നല്ല സമാധാനത്തോടെ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ പിശാചെന്ന് പറയുന്നവൻ ഞൊഴഞ്ഞു കയറുന്നത്. അവൻ ഒരിക്കലും ഡയറക്റ്റ് വരത്തില്ല. നമ്മൾക്കതറിയാം അല്ലേ? പിശാചിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്? അവൻ ഒരിക്കലും ഡയറക്റ്റ് വരത്തില്ല. അവൻ പാത്തേ വരത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇവൻ അടിച്ചു കയറുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ കുറഞ്ഞു പോകാറുണ്ട് അല്ലേ? അങ്ങനെ പ്രാർത്ഥന കുറയരുത്. പ്രത്യേകിച്ച് നമ്മളുടെ ആയുസ്സിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ നന്മകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകളും നമ്മൾ ഒരിക്കലും അതിൻ്റെ തീവ്രത കുറയ്ക്കരുത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ എന്താണ്? വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം വചനത്തിൻ്റെ മുൻപിൽ അത് ആരുമാകട്ടെ, ഏത് വ്യക്തികളാകട്ടെ, ദൈവത്തിൻ്റെ വചനം നമ്മളുടെ വാഗൊണ്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ ആ വചനത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. വചനം എന്താണ്? ദൈവമാണ്. അതിനെതിരെ പിശാച് എഴുന്നേൽക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് വചനങ്ങളും നമ്മളുടെ വാഗൊണ്ട് നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇതിലെ നടക്കുമ്പോൾ, നമ്മൾ എന്താ പറയുക, കിച്ചണിലായിരിക്കുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, എവിടെയെങ്കിലും ആകട്ടെ, യാത്രയിലായിരിക്കുമ്പോഴും, കിടക്കുന്നതിന് മുൻപ്, കിടക്കുമ്പോൾ, ഇടയ്ക്ക് കണ്ണു തുറക്കുമ്പോഴൊക്കെ എന്താണ്? നമ്മൾ ഈ വചനം 1-2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ വചനത്തിന് വല്ലാത്ത പവർ ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം നമ്മൾ
നമ്മൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ നമ്മളിപ്പോൾ മരണം കടന്നു വരത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ പിശാച് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മളുടെ ജീവൻ എടുക്കുന്ന വിധത്തിലുള്ള രോഗത്തിൻ്റെ രൂപത്തിലോ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിലോ ഒക്കെ കടന്നു വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, അവരോട് എന്താ പറഞ്ഞു? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്നാണ് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമ്മൾക്ക് ജയമുള്ളൂ. അല്ല എങ്കിൽ പിശാച്, നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല എങ്കിൽ പിശാച് കിടന്നിട്ട് അറ്റാക്ക് ചെയ്യും. അതിൻ്റെയൊക്കെ വിശദീകരിക്കാൻ പോയാൽ അതിൻ്റെ സ്പിരിച്വൽ വാർഫെയറും അതിൻ്റെ സ്പിരിച്വൽ മർമ്മങ്ങളെയൊക്കെ പറയേണ്ടി വരും. അതൊന്നും എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നതിന്, നമ്മളൊക്കെ കരുതുന്നതിനൊക്കെ അപ്പുറമായിട്ട് ആത്മീയ മണ്ഡലം ഇങ്ങനെ ഉണർന്നിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഈ ആത്മീയ മണ്ഡലത്തിൽ ആരുണ്ട്? നമ്മളുടെ ദൈവത്തിൻ്റെ ദൂതന്മാരും ദൈവത്തിൻ്റെ ആത്മാവും ഒക്കെ ഉണ്ട്. മറുഭാഗത്ത് പിശാചിൻ്റെ ദൂതനും അവൻ്റെ ആത്മാവും, പിശാച് എന്ന് പറയുന്ന ശക്തിയുമൊക്കെ അതൊരു ആത്മാവാണല്ലോ, അതിങ്ങനെ ഒക്കെ ഉണർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയാത്ത പല പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും ദൂതന്മാരുടെയും ഒക്കെ പ്രവർത്തന നന്നായിട്ട് ആക്റ്റീവായിട്ട് നമ്മൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രാർത്ഥന ഉയർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവം ഒന്നും അറിയാതെയല്ല, എന്നാൽ ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കണമെങ്കിൽ, ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ശക്തമാകണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥന കുറയ്ക്കരുത്, നമ്മളുടെ വചനം വായിക്കുന്നത് കുറയ്ക്കരുത്, വചനം വാഗൊണ്ട് ഉരുവിടുന്നത് നമ്മൾ ഒരിക്കലും കുറയ്ക്കരുത്. അത് നമ്മൾ ഏത് സിറ്റുവേഷൻ, നമ്മളുടെ എന്താ പറയുക, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ മാത്രമല്ല, നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ആ സമയങ്ങളിലാണ്. കാരണം ഡിഫിക്കൽട്ട് സിറ്റുവേഷനുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് പിശാചിനും അറിയാമെന്നേ. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, അത് പിശാചിന് അറിയുകയും ചെയ്യും. എന്നാൽ ശാന്തസുന്ദരമായിരിക്കുന്ന സമയത്തായിരിക്കും ഇവൻ കിടന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് എഴുന്നേൽക്കുന്നത്. കാരണം അവനറിയാം അവിടെ നമ്മളുടെ പ്രാർത്ഥനയുടെ എന്താ പറയുക, ആ പ്രാർത്ഥനയും എന്താ പറയുക, അതിൻ്റെ ശക്തിയും ഒക്കെ കുറച്ച് കുറഞ്ഞിരിക്കുവാണെന്ന് ഇവൻ തിരിച്ചറിയും. ആ സമയത്തായിരിക്കും ഇവൻ എഴുന്നേൽക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളുടെ പേരൻസ് ഇരിക്കുന്ന സമയത്ത് മക്കളുടെ ഒരു ഫ്യൂണറൽ സർവീസ് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്. അതിൻ്റെ ആ ഓർഡർ അനുസരിച്ച് തന്നെ നമ്മളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കണം. എന്ന് വെച്ചാൽ പ്രായമായവരൊക്കെ ആദ്യം പോകട്ടെ, മക്കളൊക്കെ അതിനുശേഷം മതി. അത് നമ്മൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആ ഒരു ഓർഡറിൽ, അതായത് ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു ഓർഡർ തെറ്റിക്കാതെ ആ ഒരു ഓർഡറിൽ മാത്രമായിരിക്കണം നമ്മളുടെ കുടുംബത്തിൽ വിഷയങ്ങൾ സംഭവിക്കേണ്ടത്. എന്ന് വെച്ചാൽ അത് മരണമാകട്ടെ, ജനനമാകട്ടെ, എന്തുമാകട്ടെ, വിവാഹമാകട്ടെ, ജോലിയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, എന്തുമാകട്ടെ, അത് ആ ഒരു ഓർഡറിൽ മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.